പൂരം കൊടിയേറി മക്കളെ, അങ്ങോട്ട് നോക്കണം. തലവരെ നീങ്ങളാ? അല്ല, ഇത് എപ്പ ഇറങ്ങി? ദൈവമേ, ഇതെവിടെ എത്തിയ? ഈ തള്ള ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഇവരെ ഞാൻ എവിടെയോ, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള എതുക്കടാ ഇങ്ങ വന്ന? ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற? എന്താ രാവിലെ രണ്ടാളും കൂടെ പ്രശ്നം? അതെങ്ങനെ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ? കണ്ടാമിണ്ടൂല. എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് അവള് ശരിക്കും പറഞ്ഞാൽ അവള് ഇന്നലെ ഈ കലാപരിപാടി തുടങ്ങുന്നത് എന്റെ വീട്ടിൽ നിന്നാവണമായിരുന്നു. എന്റെ വീട്ടിൽ നിന്നായിരുന്നുവെങ്കിൽ ഞാൻ കയ്യോ കാലോ ഏതെങ്കിലും ഒന്നും അടിച്ചൊടിച്ചിട്ടെന്നെ. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. ഒരു കപട ഫെമിനിസ്റ്റ് ആണ് ഭാഗ്യലക്ഷ്മി എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, ഇരട്ട മുഖമുള്ള ഒരു സ്ത്രീയാണ്. അതാണ് ഇവര് ഒരിടത്തുനിന്ന് പൈസ വാങ്ങിക്കുകയും മറുവശത്ത് സിനിമ കാണുകയും ചെയ്യില്ല എന്ന് പറയുന്നത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. എന്തൊരു ചൊറിച്ചില്! കുരുത്തം കെട്ട തള്ളേ, നിങ്ങളോട് ഞാൻ ഹായ് പറഞ്ഞോ? കിളവി, നാക്കിലെല്ലാം വെച്ച് തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ. ഇവരാരാന്ന് ഇവരുടെ വിചാരം? തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. അതിന് ഞാനെന്ത് വേണം? എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ? പരട്ട കിളവി, ചൊറിനായെ, മുതുമുതുക്കി ചിരിക്കുന്ന തൊള്ളെ തല്ലിക്കൊന്ന് കായലേക്കറി ഞാൻ. അത് ശരി, നീ ലോകം മുഴുവൻ അറിയിച്ചല്ലേ? അല്ല, ഞാൻ ഈ പരിസരത്ത് മാത്രം. നിങ്ങൾ ഇങ്ങനെ ചൊറിയാതൊന്ന് അടങ്ങിയിരിക്കുക. അതാ എന്റെ ആഗ്രഹം. പക്ഷെ ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ, പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ആ കയ്യങ്ങട് തന്നെ ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. ഇതുപോലുള്ള ഗംഭീര വീഡിയോകൾക്കായി ഈ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമുക്കാൻ മറക്കല്ലേ.